ചങ്ങായിമാരെ സാധനത്തിന് പിടുത്തം കിട്ടി. ലാസ്റ്റ് എങ്ങനെയല്ലോ പിടിച്ച് 2 ദിവസമായി മുങ്ങി നടക്കല ഈ സാധനം. നമ്മളെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്യുന്നുള്ള വിവരം വന്ന ശേഷം അച്ഛനെയും മോനെയും പുറത്ത് എടിയും കണ്ടില്ല. ആളെ മനസ്സിലായില്ലേ? നമ്മളെ പൂഞ്ഞാല ജോർജും പിന്നെ ഷൊണ്ണ ജോർജും, മോൻ ഷൊണ്ണ ജോർജും. ലാസ്റ്റ് ഇന്ന് ഷൊണ്ണ ജോർജ് പുറത്തിറങ്ങി നമ്മളെന്നെ പിടിച്ച്. ഷൊണ്ണ ജോർജ് കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ എന്താ ഒടിച്ചിലൊക്കെ നമുക്ക് കേട്ടുവെക്കല്ലേ. ബാ, ഇന്ന് ഈ വിഷയവുമായി രംഗത്തെത്തിയ എംപിമാരും MLA മാരും KPCCയും CPM-ഉം മുഖ്യമന്ത്രിയുമൊക്കെ കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ അവിടെ അകപ്പെട്ട അല്ലെങ്കിൽ അറസ്റ്റഡായ ആ സിസ്റ്ററിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു മറുചോദ്യം എനിക്കുണ്ട്. ഞാനത് ചോദിക്കുമ്പോൾ ഞാൻ ഏറെ അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ, കഴിഞ്ഞ 3 ദിവസം പ്രത്യേകിച്ച് ഇന്നലെയും മിനിങ്ങാന്നും ഉറങ്ങാതിരുന്ന് അച്ഛനും മോനും നല്ല 4 വിസ്കി ഉണ്ടായിരുന്നു. ഇരുന്നടിക്കലാന്ന്. അച്ഛൻ 2 ഇടുമ്പോ മോൻ 3 ഇടും, മോൻ 3 ഇടുമ്പോ അച്ഛൻ 4 ഇടും. ലാസ്റ്റ് അച്ഛൻ 4 ഇട്ട് നല്ല ഊതറ കിക്കായിട്ടാകുമ്പോ അച്ഛൻ മറ്റേ ഫോണങ്ങ് വിളിച്ച്, ഏത് സരിതപ്പെണ്ണേ ചക്കരപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേ സരിതപ്പെണ്ണേ ചക്കരപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേന്ന് വിളിച്ചിട്ട് കുഞ്ഞാലിലെ ജോർജ് സരിതപ്പെണ്ണിന്റെ അടുത്തേക്ക് പോയ ശേഷമാണ് ഈ ഷൊണ്ണ ജോർജ് പുറത്തിറങ്ങിയത്. അച്ഛനെ കാണുന്നില്ല എന്നും പറഞ്ഞ് അച്ഛനാടേ ഉള്ളേ കുഞ്ഞിപ്പെണ്ണിനടുക്ക് എത്തി. ലാസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ആകെ പെട്ടുപോയി. അങ്ങനെയാണ് ഈ ചർച്ചയിൽ മൂപ്പറ നമുക്ക് കണ്ടുകിട്ടി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ പിടിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരറിയാം, ബജ്രംഗ് ദളോ BJP കാരൊന്നുമല്ല, ഈ കാസകൂസന്മാരാണ്. കാസകൂസന്മാർക്ക് കന്യാസ്ത്രീമാരെയും പള്ളിലച്ചന്മാരെല്ലാം അറസ്റ്റ് ചെയ്യുന്നതും അവർക്ക് അടികിട്ടുന്നത് ഇത്രമാത്രം സന്തോഷകരമായ കാര്യം, ഇവർക്ക് ആനന്ദകരമായ കാര്യം ലോകത്ത് വേറിയില്ല. അതന്നെ നമ്മളെ കാസയിലെ കൂസം കെവിൻ പീറ്റർ അടക്കം പറഞ്ഞിട്ടില്ല. BJP-ക്കാർ പറയുന്നതിന് കാട്ടി ഭയങ്കര ന്യായീകരണല്ലേ ഈ കാസകൂസന്മാർ പറയുന്നത്. എന്തിനാ മതം മാറ്റാൻ പോയിന്? മതം മാറ്റാൻ പോയോണ്ടല്ലേ അറസ്റ്റ് ചെയ്യുന്നത് കാസകൂസന്മാർ പറയുന്നത്. ആ സിസ്റ്റർ, അവിടുത്തെ ഛത്തീസ്ഗഡിലെ ആ സിസ്റ്റർമാരുടെ ഒപ്പം എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ, എന്തിന് അവരുടെ ബന്ധുക്കളെ, ഈ കുട്ടികൾ, ഈ വിഷയത്തിൽ അകപ്പെട്ട 3 പെൺകുട്ടികളുടെ മാതാപിതാക്കളെ അവിടെ എത്തിക്കുന്നത് ഉൾപ്പെടെ അവര് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ. സത്യം, ആ മാതാപിതാക്കള്, ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആദ്യം കന്യാസ്ത്രീമാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മൊഴി കൊടുത്തത്. മതം മാറ്റാനൊന്നും നോക്കിയില്ല. പക്ഷെ കാസകൂസന്മാരുടെ സഹോദര സ്ഥാപനമായ ബജ്രംഗി ഭായിജാനോട് എത്തിയപാട് ആ അമ്മമാരെ പീഡിപ്പിച്ചിട്ട് മൊഴിയങ്ങ് മരിച്ചു. മതം മാറ്റാൻ നോക്കി, നിർബന്ധിത മതപരിവർത്തനം നടത്താൻ നോക്കി എന്നുള്ള പൊഴിയാക്കി. ആ വാർത്ത കേട്ടതോടുകൂടി അച്ഛനും മോനും പിന്നെയും സന്തോഷമായി. ഏത് വാർത്ത? കന്യാസ്ത്രീമാരുടെ പേരിൽ മതപരിവർത്തനത്തിന് കേസെടുത്തുള്ള വാർത്ത കേട്ടതോടുകൂടി സരിത പെണ്ണേ, കുഞ്ഞിപ്പെണ്ണേ, ചക്കരപ്പെണ്ണേ എന്ന് പറഞ്ഞിട്ട് PC ജോർജ് ഒന്നൊന്നര ആറാടലാണ്. ആ ആറാടലിന്റെ ബാക്കിയാണ് ഈ ഷൊണ്ണ ജോർജ് ആറാടുന്നത്. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ തന്നെ തങ്ങുകയാണ്. ഡൽഹി തന്നെ തങ്ങിക്കോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനേ നിൽക്കണ്ട. എങ്ങനെയെങ്കിലും കേരളത്തിൽ BJP-നെ ഒരു കരക്കടുപ്പിക്കാൻ വേണ്ടി നമ്മളെ ചന്ദ്രശേഖരൻ നോക്കുമ്പോ അതങ്ങില്ലാണ്ടാക്കി. സൂര്യകിരീടം വീണുടഞ്ഞു. നമ്മളെ ചന്ദ്രശേഖര സാറിന്റെ സൂര്യകിരീടവും കുടവും കേരളത്തിൽ വീണുടഞ്ഞു. അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള സ്വപ്നം കണ്ട് നടന്നതിനും മൂഞ്ചി. ഇനി പള്ളിയിലച്ചന്മാരെ കയ്യിലും കൂടി കിട്ടിക്കഴിഞ്ഞാല് പള്ളിയിലച്ചന്മാർ ചന്ദ്രശേഖരനെ കാലേവാരി നിലത്തടിക്കും. അതുകൊണ്ട് ഡൽഹി തന്നെ സ്ഥിരതാമസമായിക്കും. അത് അദ്ദേഹം ഇന്നലെയും മിനിങ്ങാന്നും, ഇന്നലെ ഈ പ്രധാനമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് അവിടെ ഒരു FIR ഉണ്ടായിരിക്കുന്നു. ആ FIR-ൽ ഒരു മൊഴി ഉണ്ടായിരിക്കുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR വന്നിട്ടുള്ളത്. 2 സെക്ഷൻ. ഏത് മൊഴി? ആരാ മൊഴിയെടുത്തിന്? ആരാ മൊഴി കൊടുത്തിന്? ഒരു പുണ്ണാക്കൂല്ല. ബജ്രംഗ് ദൾ ആ പെണ്ണുങ്ങളില്ലേ, എന്നാ സാമാനത്തിന്റെ പേര് ജ്യോതിയാ, ഓള് പോയിപ്പ ഓളെന്താണോ പറഞ്ഞത് അതുപോലെ എഴുതി FIR ഇട്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു മൊഴിയുമില്ല. പോലീസുകാർ FIR അതുപോലെ ഇട്ടില്ലെങ്കിൽ ബജ്രംഗ് ദൾ FIR ഇടും. അവിടെ രണ്ടും കണക്കന്നെ. അവിടെ പോലീസിനെയും കാട്ടി ഹാൻഡുള്ളത് ബജ്രംഗ് ദളിനാണ്. ബജ്രംഗ് ദൾ തന്നെയാണ് FIR ഇടുക, പോലീസൊന്നല്ല. ഇനി അവിടുത്തെ ബജ്രംഗ് ദളിനെ വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങാനും അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വട്ടവളിയ നിങ്ങളൊരു സാമാനത്തിന് അങ്ങ് അയച്ചിട്ടുണ്ട്. അനൂപ് ആന്റണി എന്ന് പറഞ്ഞിട്ട് വേറൊരു വട്ടവളിയ ഓനുണ്ടല്ല, അവിടുത്തെ ബജ്രംഗ് ദള് കാലിക്കെട്ടി തൂക്കിയിടും. ഒന്നാമതേ ക്രിസ്ത്യാനിയാണ്. പിന്നെ അവരോട് കാസയാന്ന് നമ്മൾ സഹോദര സ്ഥാപനാന്നും പറ്റുന്ന കാര്യമില്ല. അവർക്ക് അവിടെ വിവരം ബുദ്ധിയൊന്നും ഇല്ലാത്ത ബജ്രംഗ് ദളാണ്. നിങ്ങളെ പോലെ തന്നെ, കാസയിലെ കുസന്മാരെ പോലെ തന്നെ വിവരം വിദ്യാഭ്യാസവും ബോധമൊന്നുമില്ല. തല താടിയും കാലും മുകളിലായിട്ട് കെട്ടിയിട്ട് തൂക്കി അടിക്കും, നല്ല അടി. ലാസ്റ്റ് അച്ഛനെയും മോനെയും കൂടി ആടെ എത്തിക്കാൻ പറയും. ഏത് പൂഞ്ഞാലിലെ ജോർജിനെയും ഷൊണ്ണ ജോർജിനെയും അങ്ങ് കൊണ്ടുവന്നാല് ഛത്തീസ്ഗഡിൽ എത്തിച്ചാൽ മാത്രമേ ഈ കന്യാസ്ത്രീമാരെയും ഈ അനൂപ് ആന്റണിയും വിടുന്നുള്ള അവസ്ഥ വരും. അതുകൊണ്ട് നൊടിയാണ്ട് നീ ാണ് ഇട്ടേക്കുന്നത്. ഒന്ന് BNS സെക്ഷൻ 143 ക്ലോസ് 3യും 2 ആന്റി കൺവേർഷൻ ലോ
സെക്ഷൻ 4 അനുസരിച്ചുള്ള ഒഫൻസുമാണ് അവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 25-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് റെയിൽവേ പോലീസ് ഈ വിഷയം എഫ്ഐആർ ഇടുകയും അതിനുശേഷം അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോഴൊന്നും അതിനൊക്കെ ശേഷമാണ് പുറം ലോകം ഈ വിഷയങ്ങൾ അറിയുന്നത്. അതിനുശേഷം അല്ലാണ്ട് പിന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പിൽ അറസ്റ്റ് ചെയ്യുന്നുള്ള വിവരം പുറത്തേക്ക് വരൂടാ. നീ എന്ത് പൊട്ടത്തരടാ പറയുന്നത്? നിന്റെ അച്ഛനങ്ങനെ ഇത് കേട്ടിട്ടില്ല. അച്ഛൻ പറയും നല്ലത് വാഴ വെച്ചാൽ മതി എന്ന് പറയും. ഈ മൊയ്ന്തിന്റെ ഇമാരി പൊട്ടത്തരം കൊണ്ടാണ് ആ പാവം മനുഷ്യൻ PC ജോർജ് ഉണ്ടല്ല ആ സരിതപ്പെണ്ണിന്റെ ബേക്ക് പോയിന്. സരിതപ്പെണ്ണി ചക്കരപ്പെണ്ണി കുഞ്ഞിപ്പെണ്ണെന്നും പാടിയിട്ട് ആ സരിതപ്പെണ്ണിന്റെ ബേക്ക് പോയിന്. അമ്മാരി മൊയന്ത് വർത്താൻ ഇവെല്ലാം പറയുന്നു. അതിനുശേഷം പിന്നെ എന്താണ് പരിഹാരം? ഇപ്പൊ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, ഈ 2 നിയമങ്ങൾ അതിനകത്ത് നിലനിൽക്കുന്നതല്ല എന്ന് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളത്. നമ്മളെ ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ആ വിഷയത്തിൽ കൃത്യമായി ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇന്നലെ റെയിൽവേ SP തന്നെ നേരിട്ട് അവരുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കോടതിയെ സമീപിച്ചാൽ, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്, ആ കോടതിയെ സമീപിച്ചാൽ മാത്രമാണ് ഇനി അതിനൊരു പ്രതിവിധി ഉണ്ടാവുള്ളൂ. ആ കാര്യത്തിലും നീതിപൂർവമായ, ഇപ്പൊ അവിടെ എന്താണ് സംഭവം ഈ കൺവേർഷന് വേണ്ടി ഇവരെ കൊണ്ടുപോയതല്ല എന്ന് വിശ്വസിക്കുന്ന 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ അങ്ങനെയല്ലല്ലോ എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുള്ളത്. ഈ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നീ വിശ്വസിക്കുന്നത് മതപരിവർത്തനം നടത്താൻ വേണ്ടിട്ട് ഇന്ത്യ കന്യാസ്ത്രീമാർ പോയതെന്നാണ്. അതന്നെയാണ് നിന്റെ കാസാകൂസന്മാരെയും വിശ്വാസം. എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ പച്ച കള്ളം പറയാൻ വേണ്ടിട്ട് ഉളുപ്പില്ലടോ എനിക്ക്. നിന്റെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ബജ്രംഗ് ദളും BJP തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നാണ്. ബജ്രംഗ് ദൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഡൽഹിയിലെല്ലാം നല്ലോണം ഉണ്ട് ബജ്രംഗ് ദള്. ഡൽഹിയിൽ നിന്നും മുങ്ങണ്ടൊരു നിന്റെ ചന്ദ്രശേഖരൻ. പിന്നെ കേരളത്തിലെ VHPയും പറഞ്ഞിട്ടുണ്ട് BJPനോട് അനങ്ങാണ്ടെന്നോ നമ്മൾ ക്രിസ്ത്യാനികൾ ഒന്നിനും വെറുതെ വെച്ചേക്കൂലെന്ന് കേരളത്തിലെ VHP പറഞ്ഞിട്ടുള്ളേ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നീ കള്ളത്തരം പറഞ്ഞാലി അതെങ്ങാനും VHPക്കാർ കേട്ട് കഴിഞ്ഞാലി നീ പിന്നെ അവരോട് അയ്യോ ഞാൻ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, VHPക്കാർ നിന്റെ അണ്ടം കയറി കുണ്ടം തൂക്കിയിടും. ഞാൻ പറഞ്ഞില്ല വേണ്ട. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആദ്യത്തെ മൊഴിയിൽ ആ പെൺകുട്ടിയുടെ അമ്മമാർ പറഞ്ഞത് എന്താ വെച്ചാൽ മതപരിവർത്തനം നടത്താൻ നോക്കിയിട്ടാണ്. പക്ഷെ അത് അരമണിക്കൂർ കൊണ്ട് പേടിപ്പിച്ചിട്ടാ ആ മൊഴി മാറ്റിച്ച്. പിന്നെ ഇന്നലെ പോയ നമ്മൾ അനൂപാനണി എന്ന് പറഞ്ഞ വേട്ടാവളിയും പറഞ്ഞത് അവിടുത്തെ സർക്കാർ എല്ലാ സപ്പോർട്ടും ഉണ്ട്, ഒന്നും പേടിക്കണ്ട. ആർക്ക് സപ്പോർട്ട്? കന്യാസ്ത്രീമാർക്കല്ല, ബജ്രംഗ് ദളിന്റെ സപ്പോർട്ട്. ബജ്രംഗ് ദള് പറഞ്ഞ അതേപോലെ സർക്കാർ അവിടെ പറഞ്ഞു ജാമ്യം കൊടുക്കാൻ പാടില്ലാന്ന്, കന്യാസ്ത്രീമാർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ലാന്ന്. ഇവിടെ നീ വേട്ടാവളിയും അനൂപാനണി പോയിട്ടുണ്ടായ കാര്യം അത്. എന്നിട്ട് പറയാ സർക്കാർ നമ്മളപ്പുരാന്ന്. അതെ, നമ്മളപ്പുരം പറഞ്ഞാൽ നിങ്ങളപ്പുരം BJPന്റെ പുരം, ഇല്ലാണ്ട് കന്യാസ്ത്രീമാരപ്പുരല്ല. സംഘപരിവാറിന്റെയും കാസന്റെയും കൂസന്റെ ഒപ്പരാണ് അവിടുത്തെ സർക്കാർ. എനിക്കിനി പറയാനുള്ളത് ഇവിടുത്തെ കുറച്ച് കൂസ പള്ളിലച്ചന്മാരോടാണ്. നിങ്ങളുണ്ടല്ലോ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി സംഘപരിവാർ ജയ്ശ്രീറാം വിളിച്ചെന്ന് പറയുമ്പം അതിനെ പുച്ഛിച്ച് ചിരിച്ച് തള്ളിയതല്ലേ. ഇന്ന് കന്യാസ്ത്രീമാരെ കൊണ്ടുപോയ ആ കോടതി വരാന്തയിൽ വെച്ചിട്ട്, വേറെ എവിടെയല്ല വരാന്തയിൽ വെച്ചിട്ട് ജയ്ശ്രീറാം മുഴക്കുന്നത് കേട്ടണേ നിങ്ങള്? എന്ത് നമ്മളെ നിയമത്തെല്ലാം നോക്ക് കുത്തിയാക്കിയിട്ട് ഒരു കോടതി വളപ്പിൽ വെച്ച് ജയ്ശ്രീറാം വിളിക്കുന്നു. ഇപ്പം മനസ്സിലായ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മാത്രമല്ല ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ വേണ്ടിയും കൂടിയാണ് ജയ്ശ്രീറാം വിളിക്കുന്നത്. കൂടെ ദളിതനെ ആക്രമിക്കുമ്പോൾ വിളിക്കും ഈ ജയ്ശ്രീറാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാസകൂസ മെന്റാലിറ്റി ഇല്ലാത്ത നല്ലവരായ പള്ളിയിലച്ചന്മാരോട് ഈ ഇലക്ഷൻ എടുക്കുമ്പോഴും എന്തെങ്കിലും ആഘോഷം വരുമ്പോഴും വെള്ളിക്കിരീടവും വെള്ളിക്കുരിശും കേക്കുമെല്ലായിട്ട് കുറെ എണ്ണം നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോഴെങ്കിലും ഇനി ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് അപ്പോഴെങ്കിലും ഈ കാസകൂസന്മാരെയും ആ സംഘപരിവാർ സംഘികളെയും ചാട്ടവാറ് കൊണ്ട് അടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും കേരളത്തിലും ഛത്തീസ്ഗഡ് ആവർത്തിക്കാൻ വേണ്ടിട്ട് വലിയ ദൂരമൊന്നുമില്ല. ഇപ്പോഴീ കേരളത്തിൽ ഛത്തീസ്ഗഡ് ആവർത്തിക്കാത്തത് ഇവിടെ ഒരു ഒത്തൊരുമയുള്ള മതസൗഹാർദ്ദമുള്ള ഒരു ജനതയുണ്ടെന്നുള്ള ഒരു പേടി കൊണ്ട് മാത്രമാണ്. ആ മതസൗഹാർദ്ദം ഇല്ലാതാകുന്ന കാലത്ത് അതിനു വേണ്ടിയിട്ടാണ് സംഘപരിവാറും കാസിയും നോക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ എല്ലാം നല്ലവരായ പള്ളിയിലച്ചന്മാരോട് ഞാൻ പറയുന്ന ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണോ അതിന്റെ 10 മടങ്ങ് കേരളത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കാം. അപ്പുറത്തുള്ള ഒരു പാവത്തിനെ വെറുതെ അടിക്കുമ്പോൾ ആ അടി എനിക്കും കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ബോധം വന്നു കഴിഞ്ഞാൽ, ആ ബോധം വന്നു കഴിഞ്ഞാൽ മാത്രമേ സംഘപരിവാറിനെ നമുക്ക് ഈ കേരളത്തിന്റെ മണ്ണിന്ന് തൂത്തെറിയാൻ കഴിയും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.